ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ನನ್ನ ಹೆಸರು ರೀಚಲ್ ರಿಯಾ ಶಿಬು. ನಾನು ಈಗ ಮಸ್ಕತ್ತಿನಿಂದ ಬಂದಿದ್ದೇನೆ. ನನಗೆ ಕೃಪಾಸನ ಮಾತೆ ನೀಡಿದ ದೊಡ್ಡದೊಂದು ಆಶೀರ್ವಾದದ ಬಗ್ಗೆ ಹೇಳಲು ನಾನಿಲ್ಲಿ ನಿಂತಿದ್ದೇನೆ. ನನಗೆ 2010 ಇಸವಿಯಲ್ಲಿ ನಾನು 6 ಅಥವಾ 7ನೇ ಕ್ಲಾಸಿನಲ್ಲಿ ಇರುವಾಗ ನನ್ನ ತಲೆಯ ಕೂದಲೆಲ್ಲ ಉದುರಲು ಆರಂಭವಾಯಿತು. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನನ್ನ ತಲೆಯಲ್ಲಿ ಕೂದಲು ಸಮೃದ್ಧಿಯಾಗಿಯೇ ಇತ್ತು. ನಂತರ ಸ್ವಲ್ಪ ಸ್ವಲ್ಪವಾಗಿ ಉದುರಲು ಆರಂಭವಾಯಿತು. ಅದರ ನಂತರ ನಾನು ಹಲವಾರು ಡಾಕ್ಟರ್ಗಳನ್ನು ಕಂಡೆ, ಹಲವಾರು ಟೆಸ್ಟ್ಗಳನ್ನು ಮಾಡಿದೆ. ಅಲೋಫೇಲಿಯಾ ಏಲಿಯೇಟಾ ಎಂಬುದಾಗಿತ್ತು ಆ ರೋಗ. ಅದಕ್ಕೆ ಯಾವ ಚಿಕಿತ್ಸೆ ಕೂಡ ಫಲಿಸಲಿಲ್ಲ. ಕೊನೆಗೆ ನನ್ನ ತಲೆಯಲ್ಲಿ ಸ್ವಲ್ಪವೂ ಬಾಕಿಯಾಗಿದೆ, ಎಲ್ಲ ಕೂದಲು ಉದುರಿ ಹೋಯಿತು. ಇದರಿಂದ 7-8 ವರ್ಷ ನನಗೆ ವಿಗ್ ಉಪಯೋಗಿಸಬೇಕಾಗಿ ಬಂತು. 2019 ಅಕ್ಟೋಬರಿನಲ್ಲಿ ನನ್ನ ತಾಯಿ ಇಲ್ಲಿ ಬಂದು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದು ನನ್ನ ತಲೆ ಕೂದಲು ಬೆಳೆಯುವಂತೆ ಒಂದು ನಿಯೋಗವನ್ನು ಬರೆದರು. ಅದಾನಂತರ 2020 ಜೂನ್ ತಿಂಗಳಲ್ಲಿ ಕೊರೋನಾದ ಸಮಯದಲ್ಲಿ ನಾನು ಸಹ ಆನ್ಲೈನಲ್ಲಿ ಲೈಟ್ ಆ ಕ್ಯಾಂಡಲ್ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡಿದೆ. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನಾನು 7-8 ವರ್ಷ ನಾನು ಹಲವಾರು ಚಿಕಿತ್ಸೆಗಳನ್ನು ಮಾಡಿದ್ದೆ, ಆದರೆ ಏನೂ ಪ್ರಯೋಜನ ಆಗಲಿಲ್ಲ. ಮುಂದಿನ 2 ವರ್ಷ ಯಾವುದೇ ಚಿಕಿತ್ಸೆ ಪಡೆಯದೆ ಕೇವಲ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಮಾತ್ರ ಆಶ್ರಯಿಸಿದ್ದೆ. ಪ್ರತ್ಯೇಕವಾಗಿ ಕೃಪಾಸನ ಮಾತೆಯಲ್ಲಿ ಲೈಟ್ ಆ ಕ್ಯಾಂಡಲ್ ಪ್ರಾರ್ಥನೆ ಮಾಡಿ 3 ತಿಂಗಳಲ್ಲಿ, ಅಂದರೆ ಸೆಪ್ಟೆಂಬರ್ 8 ಮಾತೆ ಮರಿಯಮ್ಮನವರ ಜನನದ ದಿನದಲ್ಲಿ ನನ್ನ ತಲೆಯಲ್ಲಿ ಕೂದಲು ಬೆಳೆಯಲು ಆರಂಭವಾಯಿತು. 10 ವರ್ಷ ನನ್ನ ತಲೆಯಲ್ಲಿ ಕೂದಲು ಇಲ್ಲದ ಅವಸ್ಥೆಯಲ್ಲಿ 3 ತಿಂಗಳಲ್ಲಿ ಕೃಪಾಸನ ಮಾತೆ ನನ್ನ ತಲೆ ಕೂದಲು ಬೆಳೆಯುವಂತೆ ಮಾಡಿದರು. ಆದಷ್ಟು ಬೇಗ ಇಲ್ಲಿ ಬಂದು ಸಾಕ್ಷಿ ಹೇಳಬೇಕು ಎಂಬುದಾಗಿತ್ತು ನನ್ನ ಆಗ್ರಹ. ನನ್ನ ತಾಯಿ ಒಡಂಬಡಿಕೆ ತೆಗೆದ ನಂತರ ಲಭಿಸಿದ ಕೃಪಾಸನದ ಪವಿತ್ರ ತೈಲವನ್ನು ವಿಶ್ವಾಸದಿಂದ ನಾನು ಹಚ್ಚಿದ್ದೆ. 10 ವರ್ಷ ಕೂದಲು ಇಲ್ಲದೆ ಏನು ಮಾಡಬೇಕೆಂದು ತೋಚದೆ, ವಿಶೇಷವಾಗಿ ಬೆಳೆದು ಬರುವ ಈ ಪ್ರಾಯದಲ್ಲಿ ವಿಗ್ ಹಾಕಿಕೊಳ್ಳುವುದು ಊಹಿಸಲು ಕೂಡ ಕಷ್ಟವಾಗಿದ್ದು. ನಾನು ಹೇಳಲು ಬಯಸುವುದು ಏನೆಂದರೆ, ಜೀವನದಲ್ಲಿ ಏನೇ ಸಮಸ್ಯೆ ಇದ್ದರೂ ಒಡಂಬಡಿಕೆ ತೆಗೆದು ಕಣ್ಣೀರಿಟ್ಟು ಕೃಪಾಸನ ಮಾತೆಯಲ್ಲಿ ಬೇಡಿದರೆ ಮಾತೆಯು ಅದಕ್ಕೆ ಸೂಕ್ತವಾದ ಪರಿಹಾರವನ್ನು, ಉತ್ತರವನ್ನು ನೀಡುವರು. ಅದಕ್ಕೆ ಉತ್ತಮ ಉದಾಹರಣೆ ನನ್ನ ഈ സാക്ഷി. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 എന്ന് പറയാം. വലിയൊരു സാക്ഷ്യം. അതായത് ഒരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് തലയിലെ മുടികളെല്ലാം പൊഴിയാൻ തുടങ്ങി. അതിന് പറയുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് വേറൊന്നുമില്ല, ശരീരത്തിൽ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഹോർമോൺ, ഈ കുട്ടിയുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ പ്രവർത്തനം ആയതുകൊണ്ട് ആ മുടി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഇതിന് ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല, പ്രാർത്ഥിച്ചോളുക, അത് മാത്രമേ ഇതിനൊരു മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് അവളുടെ തലമുടി എന്ന് പറഞ്ഞാൽ. കാരണം പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ, 10 പേരുടെ മുമ്പിൽ നമ്മളൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവൾക്ക് തലമുടി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ശരിക്കും ഒരു മുടി പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു 10 വർഷത്തോളം വിഗും വെച്ച് അതോടൊപ്പം തന്നെ ഈ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടും ഒരു മുടി പോലും വരണില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകളുടെ, അതായത് റൈച്ചലിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച്, മകളെയും കുട്ടി വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ മകൾ എന്ത് ചെയ്തു, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചു. പറയുകയാണ്, സെപ്റ്റംബർ 8 തീയതി അവളെ അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഈ മകൾക്ക് മുടി വളരാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിച്ചും മുടിയില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മകളെ നോക്കിയിട്ട് ഈ മകളുടെ തലയും മുടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഓർത്ത് കർത്താവേ. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയാണ്. ഈ മകൾ പറഞ്ഞേട്ടാ, ഉടമ്പടി എടുത്ത് കണ്ണീരോടെ ഹൃദയം പൊട്ടി വിളിച്ചാൽ നിങ്ങൾ വേറെ ഒന്നിനും പോകേണ്ടതാണ്. വലിയൊരു സാക്ഷ്യം. അത് നമുക്കറിയാം, ആ പറച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഹൃദയത്തെ തട്ടിയുള്ള പറച്ചിലാണ്. ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം സ്വീകരിച്ച ആൾക്ക് ആ പരിശുദ്ധ അമ്മേനെ ഇനി മരണം വരെ വിടാൻ പറ്റില്ല. ഇതുപോലെയാണ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം പൊട്ടി കണ്ണീരോടെ അമ്മേനെ വിളിക്കേണ്ടടുത്ത് കണ്ണീരോട് കൂടെ തന്നെ വിളിക്കണം. അതുകൊണ്ടല്ലേ യേശുനാഥൻ അവൻ കണ്ണീരോടും വിലാപത്തോടും കൂടെ ആരോടാണോ പ്രാർത്ഥിക്കാനിരുന്ന ആ പിതാവായ ദൈവത്തോട് യേശുനാഥൻ പ്രാർത്ഥിച്ചിരുന്നവനാണ്. അവൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് മലമുകളിൽ കയറുവായിരുന്നു. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കാണാതെ പോവുകയില്ല. യോഹന്നാൻ്റെ 14:18 അവൻ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുത്തോട്ട് വരും. കരഞ്ഞ് പ്രാർത്ഥിച്ച ഈശോ അനാഥരായിട്ടൊന്നും വിടത്തില്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എന്നാ കാര്യമായിക്കൊള്ളട്ടെ. ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നമ്മൾ ഹൃദയത്തിലെടുക്കേണ്ട ഒരു തീരുമാനം അതാണ്. ഈ മകൾക്ക് ഇവിടെ വന്ന് കണ്ണീരോടുകൂടി 10 വർഷമായിട്ട് ഒരു മുടി പോലും ഇല്ലാതിരുന്ന മകൾ ഉടമ്പടി ചെയ്ത് കണ്ണീരോടുകൂടി അമ്മ മാതാവിൻ്റെ കൃത്യമായിട്ട് വചനം വായിച്ചും ദിവ്യബലികൾ പങ്കെടുത്തും ഓരോ പ്രാർത്ഥന ഇവിടുത്തെ കൃത്യ പ്രാർത്ഥനകൾ ചെയ്തും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാമല്ലോ. അതായത് ഇല്ലാത്തത് സമൃദ്ധമായിട്ട് ദൈവം തരും. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന സമൃദ്ധിയുടെ ഒരു പ്രാർത്ഥന കൂടിയാണെന്ന് മറന്നു പോകരുത്. നിങ്ങൾ ഹൃദയത്തെ തട്ടി വിളിച്ചാൽ ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് എല്ലാം സൃഷ്ടിച്ചവനാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തരാൻ ദൈവത്തിന് അറിയാം. അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ റേച്ചൽ റിയയ്ക്കും കുടുംബത്തിന് നൽകി വലിയ അനുഗ്രഹത്തിന് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി.